നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈല റാണി. ഇന്നത്തെ സാഹചര്യത്തിൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, അതായത് വിവാഹത്തിന് മുമ്പേ വിവാഹത്തിലേക്ക് കടന്നു പോകാൻ പോകുന്ന ആൺകുട്ടിയും പെൺകുട്ടിയും ഉറപ്പായിട്ട് ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് അവർ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ സഭകളിലെല്ലാം ചെറുതായിട്ട് അവരുടെ റിലീജിയസ് ബേസ്ഡ് ആയിട്ട് ചെറിയ കൗൺസിലിംഗ് കാര്യങ്ങൾ, അത് ക്ലാസ് എന്തോ അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് മൊത്തം റിലീജിയസ് ആയിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ രണ്ടുപേരും കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവർ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് അവർ അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോമ്പറ്റബിലിറ്റി, രണ്ടുപേരും യോജിച്ചാണോ പോകുന്നത്, മാനസികമായിട്ട് അവർ പൊരുത്തപ്പെടുന്നുണ്ടോ, അറിഞ്ഞിരിക്കേണ്ട ലോസ് എന്താണ്, സെക്ഷൽ ആയിട്ടുള്ള നോളജ് എന്താണ്, അതേപോലെ സൈക്കോളജിക്കലി ഒരു പുരുഷനും സ്ത്രീയും രണ്ട് ഡിഫറൻ്റ് ആണെന്നും ഫിസിക്കലിയും അവർ രണ്ടുപേരും ഡിഫറൻ്റ് ആണെന്നും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനത്തെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് വരേണ്ടതുണ്ട്. അതേപോലെ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റോ അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, നമ്മളിപ്പം എന്താ പറയുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ആ വിവാഹബന്ധത്തിലേക്ക് പോയി തല്ലുപിടിച്ച് വരുന്നവരെ നമ്മൾ യോജിപ്പിക്കാൻ കപ്പിൾ തെറാപ്പി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ ബിഫോർ മാരേജ് ഇവർ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ള ഫാമിലി ലോസിനെ കുറിച്ചെങ്കിലും അറിയണം. ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ സ്ത്രീധനത്തിനെ കുറിച്ച്, ഇത് ചോദിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച്, അതല്ലെങ്കിൽ അവനവൻ്റെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച്, പിന്നെ എന്താ പറയുക, മാനസികമായിട്ടുള്ള അടുപ്പം എങ്ങനെ, എത്രത്തോളം ഇവർ തമ്മിലുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു മാട്രിമോണിയൽ സൈറ്റിൽ കണ്ടു അല്ലെങ്കിൽ കണ്ടിഷ്ടപ്പെട്ടു, വീട്ടുകാർ ഓക്കെ പറഞ്ഞു, ചാടിക്കയറി ഒരു വിവാഹ ബന്ധത്തിലേക്ക് പോയി, യോജിക്കാൻ പറ്റാതെ പിന്നെ തെറാപ്പി എടുത്ത്, പിന്നെ കൗൺസിലർ എടുത്ത്, കുടുംബക്കാർ സംസാരിച്ച്, മീഡിയേഷൻ നടത്തി അവസാനം കുടുംബ കോടതിയിൽ എത്തുന്നതിനേക്കാളും മുമ്പേ നിങ്ങൾ വിവാഹം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകുമ്പോൾ രണ്ടുപേരും അതിന് യോഗ്യരാണോ എന്ന് മനസ്സിലാക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു സംവിധാനങ്ങളും ഇല്ല. അതിനാകെ പറ്റുന്നത് ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആണ്. അപ്പോൾ ഇത് കാണുന്ന സൈക്കോളജിസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ NGOs ആവട്ടെ അല്ലെങ്കിൽ സർക്കാരാവട്ടെ, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാര്യം കൂടെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തുക. വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഇവർ രണ്ടുപേരും കൂടെ നല്ലൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകാൻ ഉറപ്പായിട്ടും ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം മിക്കപ്പോഴും വരുന്ന കേസുകളിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇതിന് മുന്നേ ഇവർ തമ്മിൽ എപ്പോഴെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു അറിവില്ലായ്മ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് കാര്യം അറിവുള്ളവർ, പ്രൊഫഷണലി അറിയാമെന്നുള്ളവർ അവർ പറഞ്ഞു കൊടുക്കട്ടെ. അതായിരിക്കും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊണ്ട് ഒരു കുറച്ചൊക്കെ മാറ്റം വരുത്താൻ പറ്റും. നമ്മളിപ്പോൾ ഡിവോഴ്സ് കേസുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ കേരളത്തിൽ. അപ്പം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അയ്യോ കൂടുന്നതെന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ കുറയ്ക്കാൻ പറ്റും, എന്താണ് നമുക്ക് സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു പോംവഴി എന്ന് ചിന്തിക്കുന്നതിൽ നിന്നാണ് നമ്മൾ പരിഹാരങ്ങൾ കാണേണ്ടത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ മക്കൾ ഒരു വിവാഹത്തിലേക്ക് പോകുമ്പം നിങ്ങളൊരു കൗൺസിലേഴ്സിനെ വെച്ചിട്ട് രണ്ടുപേരെയും കൂടെ ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വിടൂ. എത്രയോ രൂപ നിങ്ങൾ വെഡിങ്ങിന് വേണ്ടിയിട്ട് കുറേ ആഡംബര കാണിച്ച് അല്ലെങ്കിൽ സ്വർണം കൊടുത്ത് മേക്കപ്പിന് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കുന്നുണ്ട് കാശുകൾ, മെഹന്തി മറ്റേ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അതിനേക്കാളും കുറച്ചെങ്കിലും അവർ രണ്ടുപേരും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടല്ല കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അവർ തമ്മിൽ എങ്ങനെയാണ് അവർ യോജിച്ച് പോകുമോ എന്നറിയണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അങ്ങനത്തെ കൗൺസിലിംഗ് ഒന്ന് പ്രൊമോട്ട് ചെയ്യും.